LDF ഭരിക്കുന്നതുകൊണ്ട് ആതിഥേയത്വ മര്യാദ കാണിച്ചാക്കിയാണ് CIT അവസാനം വിളിച്ചത്. അതിൽ പ്രത്യേകമായൊരു നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇവിടെ ഈ ബില്ല് കൊണ്ടുവരാനുള്ള NDA സർക്കാരിന്റെ നീക്കത്തിന് എല്ലാവിധ പിന്തുണയും CIT നൽകുകയാണ്. അവതരിപ്പിച്ച കരട് ബില്ലിനോട് പൊതുവിൽ യോജിക്കുകയാണ്. ബില്ലിന്റെ ഡീറ്റെയിൽസ് പിന്നീട് സർക്കുലേറ്റ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ റൈറ്റ് ഫോർ അസോസിയേഷൻ കളക്റ്റീവ് ബാർഗെയിനിങ് എന്നുള്ളൊരു ഫോർമുല ലോകത്ത് മുഴുവനും ഉള്ളതായതുകൊണ്ട് കേരളത്തിലും പ്രവർത്തിക്കുന്ന ഇന്ത്യയിലും പ്രവർത്തിക്കുന്ന ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഗിഗ് അഗ്രിഗേറ്റേഴ്സ് എന്ന് പറയുന്ന എല്ലാ മാനേജ്മെന്റുകളും ഈ സംവിധാനം പാലിക്കാൻ നിർബന്ധിതമാണ്. അതിനെതിരായി പ്രത്യേക ഒരു സാമ്രാജ്യമായി ഇത് വളരാൻ നമുക്ക് അനുവദിക്കപ്പെടാൻ പാടില്ല. അതിനാവശ്യമായിട്ടുള്ളൊരു സാമൂഹ്യ നിയന്ത്രണം ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുന്നത് അനിവാര്യമാണ്. അതുപോലെ തന്നെ കൺസെപ്റ്റ് നോട്ടിനകത്ത് ഫുഡ് ഡെലിവറി രംഗത്തെ കുറച്ച് എക്സ്പോസ് ചെയ്തിട്ടുണ്ട്, കൂടുതൽ പേരുണ്ടെന്നുള്ളത്. അവിടെ ഒരു ആശങ്കയുണ്ട്. നമുക്കിപ്പോൾ പോർട്ടർ എന്ന് പറയുന്ന പുതുതായി ലോഞ്ച് ചെയ്യാൻ പോകുന്ന അടക്കം, അതുപോലെ ട്രാൻസ്പോർട്ട് ഓൺലൈൻ സിസ്റ്റത്തെ അടക്കം ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമഗ്രമായ നിയമമായിരിക്കും കേരളത്തിന് നല്ലത്. അല്ലാതെ ഫുഡ് ഡെലിവറി മാത്രമായിട്ടൊരു നിയമം ഉണ്ടാക്കുന്നത് പൂർണ്ണമായിരിക്കില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. മറ്റൊന്ന്, ഈ ഓൾഗരിതം മെത്തേഡ് മാനേജ്മെന്റ് എന്നുള്ളത് ട്രാൻസ്പെറൻസി വേണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. അതിനൊരു പ്ലാറ്റ്ഫോം എന്നുള്ള നിലയിൽ കൊണ്ടുവരാവുന്നതും, അതുപോലെ തന്നെ അവരുടെ ഈ അൺഓർഗനൈസ്ഡ് സോഷ്യൽ സെക്ടർ ലേബർ ബോർഡുണ്ട്, ആ ബോർഡിന്റെ കീഴിൽ തന്നെ ഒരു പ്ലാറ്റ്ഫോമായി ഇതിനെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നതാണ്. അങ്ങനെ വന്നാൽ വേറെ പ്രത്യേക ചെലവുകളൊന്നുമില്ലാതെ തന്നെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇത് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ട് എന്നുള്ളതാണ്. ഒരു വെൽഫെയർ ഫണ്ടിന്റെ പ്രപ്പോസൽ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന് കമ്പനികളുടെ ടോട്ടൽ ടേൺ ഓവറിന്റെ ഒരു നിശ്ചിത പെർസെന്റേജ് അവരുടെ ഒരു സെസ് ആയിട്ട് ഇതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനൊരു നിർദ്ദേശം കൊണ്ടുവരുന്നത് നന്നായിരിക്കും. അത് ഊബർ ആണെങ്കിലും ഓല ആണെങ്കിലും സ്വിഗ്ഗി, സൊമാറ്റോ, ആമസോൺ ഏതാണെങ്കിലും അങ്ങനെ കൊണ്ടുവരുന്നതായിരിക്കും. അത് ആലോചിച്ചിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ആക്സിഡന്റ് ഇൻഷുറൻസ് പറഞ്ഞു 10 lakhs ഒക്കെ പറയുന്നുണ്ടെങ്കിലും അത് ഡെറ്റിനാണ് പറയുന്നത്, അല്ലാത്തതിന് പറയുന്നില്ല. അതുകൊണ്ട് കിട്ടാത്ത ചില കംപ്ലൈൻസും പറഞ്ഞിട്ടുണ്ട്. എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് ഇതിനകത്ത് ഇവർക്ക് ബാധകമാക്കാമോ പരിശോധിക്കണം. 2, സിക്ക് പേ പോളിസി എന്നുള്ള നിലയിൽ സുഖമില്ലാത്തതെന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായ സിക്ക് പേ പോളിസി കൊണ്ടുവരുന്നതിന് ഡോക്ടർ സർട്ടിഫിക്കറ്റോട് കൂടി ഒരു സംവിധാനം ഉണ്ടാക്കുന്ന നന്നായിരിക്കും. ഇപ്പം നിലവിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല. അതുപോലെ ഒരു പെൻഷൻ സ്കീമിനെ സംബന്ധിച്ച് ആലോചിക്കണം. മെറ്റർണിറ്റി ബെനിഫിറ്റ് എല്ലാവർക്കും ബാധകമാക്കുന്ന വിധത്തിലേക്ക് വരണം. അതുപോലെ ഫെയർ റെമ്യൂണറേഷൻ, അത് ആവറേജ് വർക്കിംഗ് ടൈം, ഫ്യൂൾ ചാർജ്, അതുപോലെ തന്നെ റണ്ണിങ് കിലോമീറ്റേഴ്സ് എല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു കിലോമീറ്ററിന് ഇത്രയുള്ള ഒരു ഫെയർ റെമ്യൂണറേഷൻ അവർക്ക് ഉറപ്പുവരുത്താൻ കഴിയുന്ന നിലയിൽ ആലോചിക്കേണ്ടതുണ്ട്. പിന്നെ പരാതി പരിഹാരത്തിനുള്ള സംവിധാനം വേണം. ആപ്പ് ബ്ലോക്ക് ചെയ്ത് സസ്പെൻഡ് ചെയ്യുകയും ടെർമിനേറ്റ് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത്. അവിടെയാണ് റൈറ്റ് ഫോർ അസോസിയേഷൻ എന്ന് പറയുന്നത്. കളക്റ്റീവ് ബാർഗെയിനുള്ള സംവിധാനം ID ആക്ടിന്റെ പരിധിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എത്രത്തോളം പ്രായോഗികം നോക്കുക. ഒരു കാരണവശാലും ഇങ്ങനെ ഒരു ബിസിനസ് കേരളത്തിൽ നിന്ന് ഓടിപ്പോകാൻ ഒരു അവസരം ഉണ്ടാകാത്ത വിധത്തിൽ ബയാസ്ഡ് ആയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കരുത്. അവരെ ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഫ്രണ്ട്ലി എന്നുള്ള നിലയിൽ തന്നെ നിയമങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തണം. ഒരു ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി സംവിധാനം ഉണ്ടാവണം. അതുപോലെ ബേസിക് ഫെസിലിറ്റീസ്, ടോയ്ലറ്റ്, ഇപ്പോൾ മന്ത്രി തന്നെ തിരുവനന്തപുരത്ത് ആദ്യമായി തുടങ്ങുന്ന കാര്യം പറഞ്ഞു. അതുപോലെ റെസ്റ്റ് റൂം, ചാർജിങ് പോയിന്റ്, പാർക്കിംഗ്, ഡ്രിങ്കിംഗ് വാട്ടർ തുടങ്ങിയിട്ടുള്ള പ്രൊവൈഡ് ചെയ്യാൻ ചില ലൊക്കേഷനെങ്കിലും അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടെങ്കിലും എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കുന്നത് നന്നായിരിക്കും. ഹോട്ടലുകളിലും ഈ ഓർഡർ നിൽക്കുന്നതിന് വലിയ ക്യൂ കാണാം. അവർക്ക് അവിടെ ഇരിക്കാനുള്ള ഒരു ഡെസ്കോ ബെഞ്ചോ ഒക്കെ ഉണ്ടാക്കുന്നതിന് വലിയ ഹോട്ടലുകളോട് പറയുന്നത് നന്നായിരിക്കും. അതിനുള്ള സംവിധാനം വേണം. വിമൻ എക്സൽ ഒരു ഫ്രണ്ട്ലി ആയിരിക്കണം. നമ്മുടെ ജെൻഡർ ഇൻക്ലൂസീവ് വർക്ക് പ്ലേസസ് എന്നുള്ള നിലയിൽ കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള ശ്രമം തരണം. ഇവരുടെ ഡാറ്റാബേസ് ലേബർ ഡിപ്പാർട്ട്മെന്റ് കളക്ട് ചെയ്യുന്നതിനുള്ള സംവിധാനം വേണം. അതുപോലെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽ ഡെവലപ്മെന്റ്, സ്ട്രെസ് മാനേജ്മെന്റ് അടക്കമുള്ള ഒരു സ്കിൽ പ്രോഗ്രാം ഇതിന്റെ ഭാഗമായി തന്നെ നമുക്ക് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ശ്രമം നടത്തണം. പ്രൊമോട്ട് ഇന്റർ ഡിസിപ്ലിനിങ് റിസർച്ച് ആൻഡ് പ്ലാറ്റ്ഫോം എക്കണോമി ആൻഡ് പ്ലാറ്റ്ഫോം വർക്കിന് വേണ്ടിയുള്ള ഒരു പരസ്പര സഹകരിച്ചുകൊണ്ടുള്ള ബോത്ത് ബിസിനസ്സും ഇത് അങ്ങോട്ട് ക്ലബ് ചെയ്തുകൊണ്ടുള്ളൊരു സംവിധാനം ഉണ്ടാക്കുന്നത് നന്നായിരിക്കും. എനിക്ക് ഇതാണ് പോയിന്റ്സ് എന്നുള്ളതിനെ ചുരുക്കി പറയാനുള്ളത്. ഒരു കാര്യം കൂടി പറയുന്നു. കിലയുടെ ചെയർമാൻ എന്നുള്ളതിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ്. കില ഈ കാര്യത്തിൽ 1.5 വർഷം മുമ്പ് റിസർച്ച് പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കില ഒരു പോളിസി റെക്കമെൻഡേഷൻ ഗവൺമെന്റിന് 1 മാസം മുമ്പ് സമർപ്പിച്ചിട്ടുണ്ട്. ഈ വർക്ക്ഷോപ്പിനകത്ത് കിലേക്ക് വലിയ റോളൊന്നും ഇല്ലെങ്കിലും
അതിന്റെ ഏറെക്കുറെ എല്ലാ ഭാഗങ്ങളും ഈ അപ്രോച്ച് ഈ പറയുന്ന പുതിയ ബില്ലിന്റെ ഡോക്യുമെന്റേഷനിൽ കണ്ടു എന്നുള്ളത് വളരെ ആശ്വാസമുള്ളൊരു കാര്യമാണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും.